യുവാക്കളുടെ മനസ്സിൽ ഹരമായി മാറിയ മൊണാലിസ കുംഭമേളയ്ക്കിടെ വൈറലായിട്ടുണ്ടായിരുന്നു. ഇനി ആ മൊണാലിസ അറിയപ്പെടാൻ പോകുന്നത് മണിപ്പൂരിന്റെ പേരിലാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും കുംഭമേളയിൽ മാല വിൽക്കാൻ വന്ന വെള്ളാരം കണ്ണുള്ള സുന്ദരി മൊണാലിസ ഇനി അറിയപ്പെടാൻ പോകുന്നത് മണിപ്പൂരിൻ്റെ പേരിലാണ്. അവർ മണിപ്പൂരിൻ്റെ പേരുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ കരാറായിട്ടുണ്ട്. ദ ഡയറി ഓഫ് മണിപ്പൂർ. വിഖ്യാത സംവിധായകനായ ബോളിവുഡ് സംവിധായകനായ സനോജ് മിശ്രയുടെ ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലേക്കാണ് കരാർ ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് NDTV ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്കറിയാം, മഹാകുംഭമേള തുടങ്ങിയ ആ ആദ്യ ദിവസങ്ങളിൽ തന്നെ വൈറലായി ഈ പെൺകുട്ടി. ഒരു നാടോടി ബാലികയാണ്, ചെറുപ്പക്കാരിയാണ്. അതെ, കൗമാരപ്രായം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുടുംബത്തോടൊപ്പം മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നാണ് പ്രയാഗ്രാജിലെത്തിയത്. അവിടെ അവരിത്തരം ഉത്സവങ്ങളിൽ രുദ്രാക്ഷം, അതുപോലെ മുത്തുകൾ കൊണ്ടുള്ള മാല, ഇങ്ങനെയൊക്കെ ഉള്ളത് വിൽക്കാൻ വേണ്ടി എല്ലാ ഉത്സവ സ്ഥലങ്ങളിലും അവർ പോകും. അപ്പോൾ പ്രയാഗ്രാജിലെ മഹാകുംഭമേള ഒരു വലിയ അവസരമാണല്ലോ, വലിയ വിപണിയും കൂടിയാണ്. അപ്പോൾ ഇത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് വിറ്റഴിക്കാമെന്ന ധാരണയിലാണ് ആ കുടുംബം അവിടെ എത്തിയത്. പക്ഷേ അവർക്ക് അവിടെ ലഭിച്ച സ്വീകരണം വളരെ വലുതായിരുന്നു. ഈ പെൺകുട്ടി വളരെ പെട്ടെന്ന് തന്നെ അവിടെ വന്ന ചില ആൾക്കാർ ഈ പെൺകുട്ടിയുടെ വീഡിയോ എടുത്തു, എന്നിട്ടത് വൈറലാക്കി. അത് സോഷ്യൽ മീഡിയയിലൂടെ അത് വൈറലായി. ഒരു ദിവസം കൊണ്ട് 50 ലക്ഷം പേരൊക്കെയാണ് ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടത്. അവളുടെ മനോഹരമായ ചിരി. ഇപ്പോൾ ഈ പെൺകുട്ടി തന്നെ യൂട്യൂബിൽ ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നതും, കാരണം അതിന്റെ വീഡിയോയുടെ ക്വാളിറ്റി തന്നെ ചെറുതാണ്, പക്ഷെ ലക്ഷക്കണക്കിന് പേരാണ് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ആ വീഡിയോകൾ കാണുന്നത്. എന്തായാലും ആ ഒരു കുംഭമേള കൊണ്ട്, ആ അനുഗ്രഹം കൊണ്ട് ജീവിതം തന്നെ പൂർണ്ണമായി മാറിയില്ലേ? അതെ, താരമൂല്യം ഉണ്ടായിരിക്കുകയാണ് മൊണാലിസയ്ക്ക്. ആ മനോഹരമായ ചിരി, ആ മനോഹരമായ കണ്ണുകൾ ഒക്കെ ഇന്ന് ഒരു ചാരനിറം, ഒരു വല്ലാത്ത അവൾ അറിയപ്പെടുന്നത് തന്നെ ബ്രൗൺ ബ്യൂട്ടി എന്നാണ്. നാഷണൽ മീഡിയ അവളെ വിശേഷിപ്പിച്ചത്, മൊണാലിസയെ വിശേഷിപ്പിച്ചത് ബ്രൗൺ ബ്യൂട്ടി എന്നാണ്, വെള്ളാരം കണ്ണുള്ള സുന്ദരി. ഈ കുട്ടിയുടെ ശരിയായ പേര് മോനി ബോൺസെ എന്നാണ്. ആ പെൺകുട്ടി ഇപ്പോൾ ബിഗ് സ്ക്രീനിലേക്ക്, ബോളിവുഡിലെ ബിഗ് സ്ക്രീനിലേക്ക് വരികയാണ് സനോജ് മിശ്രയുടെ ചിത്രത്തിലൂടെ. ഇത് ദ ഡയറി ഓഫ് മണിപ്പൂർ എന്നാണ് ആ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ ഈ കുംഭമേളയിൽ ഈ കുട്ടിയെ കാണാനും ഇവളോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ തിക്കും തിരക്കും കൂട്ടി. അവസാനം കച്ചവടം മുടങ്ങുമെന്നായപ്പോൾ ഈ കുട്ടിയുടെ സുരക്ഷയും ഓർത്ത് അച്ഛനും അമ്മയും ചേർന്ന് ഈ കുട്ടിയെ തിരിച്ചു വീട്ടിലേക്ക് അയച്ചു. പക്ഷേ ഇപ്പോൾ ഇതാ അവൾക്ക് കൈവന്നിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചയച്ചപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നു. കാരണം തന്റെ ഒരു ഉപജീവന മാർഗവുമായി ഈ കുംഭമേളയ്ക്ക് എത്തുകയും പിന്നീട് തൊഴിൽ പോലും എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോയപ്പോൾ ഈ കുട്ടിയുടെ ജീവിതം ഇനി എങ്ങനെയാണ് പോകുക എന്ന് എല്ലാവരും വലിയ ആശങ്ക. പക്ഷെ അവിടെ ആശങ്കയ്ക്ക് കാര്യമില്ല. കാരണം മാല വിറ്റ് കിട്ടുന്നതിനേക്കാൾ ഇനി ഇരട്ടിയായിരിക്കും, കോടിക്കണക്കിന് രൂപയായിരിക്കും അങ്ങനെ ചലച്ചിത്ര മേഖലയിൽ രക്ഷപ്പെട്ടാൽ ഈ കുട്ടിക്ക് ലഭിക്കാൻ പോകുന്നത്. ഇപ്പോഴും ശ്രീജിത്ത് പറഞ്ഞതുപോലെ യൂട്യൂബിലും മറ്റും ഈ കുട്ടിയുടെ ഏതെങ്കിലും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ വലിയ തോതിലാണ് പ്രേക്ഷകരെ അത് കാണുന്നത്. ഒരു പ്രത്യേക ആകർഷണീയത ആ കുട്ടിക്കുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് വലിയ തോതിൽ അതിൻ്റെ വിപണി മൂല്യം തിരിച്ചറിഞ്ഞ് ആ കുട്ടിയെ സിനിമയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു നല്ല ജീവിതമാർഗം കൂടി, ആ കുട്ടിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ വലിയ താല്പര്യമുണ്ട്. അവൾ സിനിമകൾ കാണുന്ന ഒരാളാണ്, സിനിമയോട് വലിയ ഇഷ്ടമാണ്, സിനിമ അവളുടെ ഒരു സ്വപ്നമാണ്, ഒക്കെയാണ്. അത് അവൾ പല വീഡിയോകളിലും ആ കുട്ടി അത് പങ്കുവച്ചിട്ടുണ്ട്, ആ മൊണാലിസ അത് പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സനോജ് മിശ്രയിലൂടെ ആ കുട്ടിക്ക് ബോളിവുഡിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ആ നാടോടി കുടുംബത്തിന്റെ എല്ലാ അരിഷ്ടതകളും എല്ലാ ബുദ്ധിമുട്ടുകളും ഇതോടെ അവസാനിക്കും എന്നാണ് നമുക്കും മനസ്സിലാകുന്നത്. ആ കുട്ടി ഈ ദ ഡയറി ഓഫ് മണിപ്പൂർ ആ സിനിമയിൽ അഭിനയിച്ച് കൂടുതൽ നേട്ടങ്ങൾ കൊയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇദ്ദേഹം, ഈ സനോജ് മിശ്ര, ഒരു വിഖ്യാതനായ സംവിധായകനാണ്. അദ്ദേഹം നേരത്തെ രാമജന്മഭൂമി, ദ ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ, കാശി ടു കാശ്മീർ തുടങ്ങിയ ചിത്രങ്ങൾ എടുത്ത് പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ സിനിമകൾ എടുക്കാൻ അറിയാം, നല്ല സംവിധായകനാണ്, പേരെടുത്തയാളാണ്. അതുകൊണ്ട് തന്നെ ഈ ദ ഡയറി ഓഫ് മണിപ്പൂറും വലിയ തോതിൽ പ്രേക്ഷകർ സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. NDTV ഈ വാർത്ത പുറത്തുവിട്ട ഉടൻ തന്നെ ആ സംഭവവും, അതായത് NDTVയുടെ വാർത്തയും വലിയ തോതിൽ വൈറലായി മാറിയിരിക്കുകയാണ്.
എന്തായാലും ആ വെള്ളാരം കണ്ണുള്ള സുന്ദരിയെ അല്ല, അത്തരത്തിൽ ഈ ബോളിവുഡിൽ ഉൾപ്പെടെ അന്ന് റെയിൽവേ സ്റ്റേഷന് സമീപം ഇരുന്ന് ഇത്തരത്തിലൊരു ഒരു സാധാരണക്കാരായ ഒരു സ്ത്രീ പാടുന്നതും വലിയ രീതിയിൽ വൈറലായിരുന്നു. പിന്നീട് അവർക്ക് സിനിമയിൽ പാടാനുള്ള അവസരം കിട്ടി. പക്ഷെ ഇങ്ങനെ വരുന്നവർക്ക് അങ്ങനെ വലിയ രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ടല്ലോ. കാരണം ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നതാണല്ലോ. ഇത് കുംഭമേള തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ച 1 ആഴ്ച ആകുന്നതിനിടയ്ക്ക് തന്നെ ഈ പെൺകുട്ടി ഉയർന്നു കഴിഞ്ഞു. അങ്ങനെ ഉയർന്നു വരുന്നവർ എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ അങ്ങ് അല്ല, അത് അവസാനിക്കുന്നത്? അവർക്ക് പ്രൊഫഷണലിസം ഇല്ലാത്തത് കൊണ്ടാണ് പലരും. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, പലരും സിനിമയിലേക്കും മറ്റുമൊക്കെ പെട്ടെന്ന് കടന്നു വരികയും വളരെ പെട്ടെന്ന് തന്നെ അവർ ആ സിനിമയുടെ ആ മാസ്മരിക ലോകത്തുനിന്ന് മാഞ്ഞു പോകുന്നത് പോലെ അപ്രത്യക്ഷമാകുകയും ചെയ്യാറുണ്ട്. അത് കുറെയൊക്കെ ഭാഗ്യം, പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊഫഷണലിസം അതിനകത്ത് അല്ല, വേണം. ഭാഗ്യം കൊണ്ട് സിനിമയിൽ എത്തിയെങ്കിലും പിന്നീട് സിനിമയിൽ നിൽക്കണമെങ്കിൽ കഴിവ് വേണം. ഉവ്വ്, നമ്മള് തീർച്ചയായിട്ടും ഇപ്പോൾ മലയാളത്തിലെ കാര്യം തന്നെ നമുക്ക് എടുക്കാമല്ലോ. മോഹൻലാലിനെ പോലൊരു നടൻ വളരെ ചെറുപ്പത്തിൽ സിനിമയിൽ വന്നു പെട്ടു. അദ്ദേഹത്തിന് സിനിമയിൽ അവസരങ്ങൾ ലഭിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, ആ സിനിമയോടുള്ള എന്താ പറയണ്ട പാഷൻ, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ഒക്കെ കൊണ്ട്, അഭിനയത്തോടുള്ള അഭിനിവേശം ഒക്കെ കൊണ്ടാണ് അദ്ദേഹം പടിപടിയായിട്ട് ഉയർന്ന് ഒരു വില്ലൻ ക്യാരക്ടറിൽ നിന്ന് പിന്നെ കോമഡിയൊക്കെ ചെയ്യുന്ന ക്യാരക്ടറിലേക്ക് എത്തി പതുക്കെ ഗൗരവമുള്ള സൂപ്പർ സ്റ്റാർ ആയി മാറിയത്. പ്രത്യേകിച്ചും രാജാവിന്റെ മകൻ പോലെയുള്ള സിനിമകളിലൊക്കെ അദ്ദേഹം ചെയ്ത ആ ഇരുത്തം വന്ന വളരെ പക്വതയുള്ള ആ ഒരു നായകന്റെ റോൾ, അത് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ പദവിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ കഠിനാധ്വാനം കൂടി വേണം, വെറും ഭാഗ്യം മാത്രം പോരാ. അത് മൊണാലിസയെ ആശ്രയിച്ചിരിക്കുന്നു. മൊണാലിസ സിനിമ അവളുടെ പാഷനായി മാറി, ഒരു അഭിനിവേശമായി മാറി, അത്ര ആത്മാർത്ഥതയോടുകൂടി, അത്ര കഠിനാധ്വാനം. ബോളിവുഡ് സിനിമ എളുപ്പമല്ല. കൈലം ചോദിക്കുമ്പോൾ അവിടെ ഈ കുടുംബ പാരമ്പര്യം മാത്രമാണ് അവിടത്തെ പ്രധാനപ്പെട്ടത്. കാരണം അറിയാം, പ്രധാനപ്പെട്ട ഒരു 5 നടന്മാരെ എടുത്തു നോക്കിയാൽ മുഴുവൻ ഒരു ഫാമിലിയിൽ നിന്നോ മറ്റൊരു കുടുംബത്തിൽ നിന്നോ വരുന്നവർ മാത്രം. കപൂർ കുടുംബത്തിലും ഒക്കെ നിന്ന് വരുന്ന ആൾക്കാരാണ്, ശരിയാണ്. അങ്ങനെ ഒരു മേഖലയിലേക്ക് ഒരു സാധാരണ പെൺകുട്ടി കടന്നു വരുന്നത് എന്തായാലും വലിയ പ്രതീക്ഷയോടാണല്ലോ. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, അങ്ങനെ അല്ലാത്ത ചില ആൾക്കാരും കടന്നു വന്ന് ബോളിവുഡിനെ കീഴടക്കിയിട്ടുണ്ട്. അതില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ബോളിവുഡ് മാത്രമല്ലല്ലോ, മറ്റ് ഭോജ്പുരി സിനിമകളുണ്ട്, അതുപോലെ ബംഗാളി സിനിമകളുണ്ട്, അതുപോലെ പല അന്യഭാഷാ ചിത്രങ്ങൾ, അന്യഭാഷകളിലും ചിത്രങ്ങളുണ്ട്, സിനിമകളുണ്ട്. അവിടെയും ഒക്കെ വിജയിക്കാം. അപ്പം മൊണാലിസയുടെ കഠിനാധ്വാനം ഈ സിനിമയോടുള്ള അഭിനിവേശം മാത്രമല്ല, ഈ അഭിനയത്തോടുള്ള ആത്മാർത്ഥതയും കഠിനാധ്വാനവും ഒക്കെ ഒരു ഘടകമാണിതിൽ. അപ്പോൾ ഭാവിയിൽ എന്തായി തീരും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും വെള്ളാരം കണ്ണുള്ള സുന്ദരിക്ക് വെള്ളിത്തിരയിലേക്ക്. അതോടൊപ്പം തന്നെ മറ്റു പലരും തിരിച്ചു ചോദിക്കുന്നത് മൊണാലിസ ഈ കുംഭമേളയിലേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇനി സാധിക്കുമോ? കാരണം ഇത്രയും വലിയ, അത് അവളുടെ കുടുംബമാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും വെള്ളാരം കണ്ണുള്ള സുന്ദരി വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ അവസരത്തിൽ സനോജ് മിശ്രയുടെ ഈ ചിത്രത്തിലൂടെ ഒരു ബ്രേക്ക് ത്രൂ ലഭിച്ചിരിക്കുകയാണ് മൊണാലിസയുടെ ജീവിതത്തിൽ. അത് എത്രത്തോളം ഫലപ്രദമായി ആ പെൺകുട്ടി അതിനെ വിനിയോഗിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.